മാസ്റ്റർ കി അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രോഹിണി. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LP UPക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് സാഹിത്യം എന്നുള്ളത്. സാഹിത്യം എന്നുള്ളത് കവിതാ സാഹിത്യമുണ്ട്, കഥാസാഹിത്യമുണ്ട്. അപ്പോൾ കവിതാ സാഹിത്യത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. കവിതാ സാഹിത്യം നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് പാട്ട് സാഹിത്യത്തെക്കുറിച്ചാണ്. എന്താണ് പാട്ട് സാഹിത്യം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ് ലീലാതിലകം. അപ്പൊ പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീലാതിലകമാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? പാട്ട് സാഹിത്യമാണ്. പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ് ഏത്? ലീലാതിലകം. ലീലാതിലകം രചിച്ച നൂറ്റാണ്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. 14-ാം നൂറ്റാണ്ട്. അപ്പൊ 14-ാം നൂറ്റാണ്ടിലാണ് ലീലാതിലകം രചിച്ചിരിക്കുന്നത്. ഇത് ലീലാതിലകം രചിച്ച വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കാരണം അത് എഴുതിയത് ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ലീലാതിലകം എഴുതിയ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ലീലാതിലകകാരൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാൾഡൽ ആണ്. അപ്പൊ മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? കാൾഡൽ അല്ലെ. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അപ്പൊ ലീലാതിലകം പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? ആറ്റൂർ കൃഷ്ണപിഷാരടി. അപ്പം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? പാട്ട് സാഹിത്യമാണ്. പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകമാണ്. ലീലാതിലകം രചിച്ച നൂറ്റാണ്ടാണ് 14-ാം നൂറ്റാണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? കാൾഡല് അല്ലെ. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ക്ലിയർ ആണല്ലോ. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ്? അപ്പം മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതമാണ്. ആദ്യത്തെ പാട്ടുകൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമചരിതമാണ്. രാമചരിതം രചിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ലീലാതിലകത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകമാണ്. എന്നാൽ പാട്ട് സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമചരിതമാണ്. ഈ രാമചരിതം രചിച്ചത് ആരാണ്? ചീരാമ കവിയാണ്. രാമചരിതം രചിച്ച വ്യക്തിയാണ് ആര്? ചീരാമ കവി. ഈ ചീരാമ കവി അറിയപ്പെടുന്നത് എങ്ങനെയാ? കേരള ചോസർ എന്നാണ്. അപ്പൊ ചീരാമ കവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ചോസർ എന്നാണ്. കേരളത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചു. അതായത് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി അല്ലെങ്കിൽ പാട്ട് സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ എന്നാണ്. അപ്പൊ രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പടലങ്ങൾ എന്നാണ്. അപ്പൊ മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയാണ് ഏത്? രാമചരിതം. രാമചരിതം രചിച്ചത് ആരാണ്? ചീരാമ കവിയാണ്. ചീരാമ കവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ചോസർ എന്നാണ്. കേരളത്തിലെ ആദ്യ കൃതി എന്ന്, അതായത് മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേര് പടലങ്ങൾ എന്ന്. ഓക്കെ ആണല്ലോ. ഇനി ആകെ 164 പടലങ്ങളും 1814 ശീലുകളുമാണ് ഉള്ളത്. അപ്പം പടലങ്ങൾ എന്നാണ് അധ്യായത്തിൽ എന്ന് പറയുന്നു അല്ലെ. പറയുന്ന പേര് പടലങ്ങൾ എന്നാണ് അല്ലെ. അങ്ങനെ 164 പടലങ്ങളുണ്ട്, 1814 ശീലുകളുമാണ് ഇതിനകത്തുള്ളത്, രാമചരിതത്തിനകത്ത് ഉള്ളത്. ഇനി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് രാമചരിതം രചിച്ചിരിക്കുന്നത്. അപ്പൊ രാമചരിതം രചിച്ചിരിക്കുന്നത് എന്തിനെ ആസ്പദമാക്കിയ? രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, കോവളം കവികൾ എന്നറിയപ്പെടുന്ന വ്യക്തികളാണ്
അയ്യപ്പിള്ള ആശാനും അയ്യിനിപ്പിള്ള ആശാനും. അപ്പം കോവളം കവികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പിള്ള ആശാനും അയ്യിനിപ്പിള്ള ആശാനുമാണ്. ഇവരുടെ ജീവിത കാലഘട്ടം 14-ാം നൂറ്റാണ്ടാണ്. എന്നാണ് 14-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പരീക്ഷകൾക്ക് നൂറ്റാണ്ടുകളൊക്കെ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, കോവളം കവികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാ? അയ്യപ്പിള്ള ആശാനും അയ്യിനിപ്പിള്ള ആശാനുമാണ്. ഇവരുടെ കാലഘട്ടം എന്നാണ് 14-ാം നൂറ്റാണ്ടാണ്. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യപ്പിള്ള ആശാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കേരള ചോസർ ആരാണെന്ന്. കേരള ചോസർ ചീരാമ കവിയാണ്. എന്നാൽ കേരള ഹോമർ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യപ്പിള്ള ആശാനാണ്. അയ്യപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. അപ്പൊ രാമകഥാപാട്ട് എന്ന് പറയുന്ന പാട്ടുകൃതി രചിച്ചത് ആരാണ്? അയ്യപ്പിള്ള ആശാനാണ്. ഓക്കെ, ഈ രാമകഥാപാട്ടിന് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാകവി ഉള്ളൂർ തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം കൽപ്പിക്കുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത്? രാമകഥാപാട്ട്. അപ്പൊ രാമകഥാപാട്ട് എന്ന് പറഞ്ഞാൽ മഹാകവി ഉള്ളൂർ തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം കൽപ്പിക്കുന്ന കൃതിയാണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം കൊട്ടിപ്പാടി വന്നിരുന്ന പ്രാചീന സാഹിത്യകൃതിയാണ് രാമകഥാപാട്ട്. അപ്പൊ രാമകഥാപാട്ടിന്റെ 2 പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. രാമകഥാപാട്ട് രചിച്ചത് ആരാണ്? കേരള ഹോമർ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ള ആശാനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മഹാകവി ഉള്ളൂര് തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം കൽപ്പിക്കുന്ന കൃതിയാണ് രാമകഥാപാട്ട്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ചന്ദ്രവളയം കൊട്ടിപ്പാടി വന്നിരുന്ന പ്രാചീന സാഹിത്യകൃതിയാണ് രാമകഥാപാട്ട്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതി അത് തിരുനിഴൽ മാലയാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽ മാല. അതിന്റെ നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടാണ്. അപ്പൊ തിരുനിഴൽ മാല രചിച്ച നൂറ്റാണ്ടാണ് 13-ാം നൂറ്റാണ്ട്. അത് രചിച്ച വ്യക്തി ഗോവിന്ദനാണ്. ഗോവിന്ദൻ. ആറന്മുള ക്ഷേത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനിഴൽ മാലയാണ്. അപ്പൊ ആറന്മുള ക്ഷേത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൃതി ഏതാണ്? തിരുനിഴൽ മാല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, നമ്മൾ പാട്ട് സാഹിത്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? പാട്ട് സാഹിത്യം. പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകമാണ്. ലീലാതിലകം രചിച്ച നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടാണ്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് കാൾഡല്. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? കാൾഡൽ അല്ലേ? ഓക്കെ, മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതം. രാമചരിതം രചിച്ച വ്യക്തി ആരാണ്? ചീരാമകവി. ചീരാമകവി അറിയപ്പെടുന്നത് കേരള ചോസർ എന്നാണ്. കേരളത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാ? പടലങ്ങൾ എന്ന പേരിലാണ്. ക്ലിയർ ആണല്ലോ? ആകെ 164 പടലങ്ങളും 1814 ശീലുകളും ചേർന്നതാണ് എന്ന് പറയുന്നത് രാമചരിതം. രാമചരിതത്തിലെ അതായത് രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് രാമചരിതം രചിച്ചിരിക്കുന്നത്. കോവളം കവികൾ എന്നറിയപ്പെടുന്ന 2 പേരാണ് അയ്യപ്പിള്ള ആശാനും അയ്യിനിപ്പിള്ള ആശാനും. ഈ അയ്യപ്പിള്ള ആശാനെ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു? കേരള ഹോമർ എന്ന് വിളിക്കുന്നു അല്ലെ? അയ്യപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. ഓക്കെ, മഹാകവി ഉള്ളൂര് തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം കൽപ്പിക്കുന്ന കൃതിയാണ് രാമകഥാപാട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം കൊട്ടിപ്പാടി വന്നിരുന്ന പ്രാചീന സാഹിത്യകൃതിയാണ് രാമകഥാപാട്ട്. അപ്പൊ കോവളം കവിയിൽ വേറൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ആരാ? അയ്യിനിപ്പിള്ള ആശാൻ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ അയ്യിനിപ്പിള്ള ആശാനും ഒരു പാട്ടുകൃതിയൊക്കെ രചിച്ചായിരുന്നു. അയ്യിനിപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതിയാണ് ഏതാ? ഭാരതം പാട്ട് കേട്ടോ. അപ്പൊ ഭാരതം പാട്ട് രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അയ്യിനിപ്പിള്ള ആശാനാണ്. അപ്പൊ അയ്യിനിപ്പിള്ള ആശാൻ രചിച്ച പാട്ടുകൃതി ഏതാണ്? ഭാരതം പാട്ടാണ്.
കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽ മാല. അത് രചിച്ച നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടാണ്. ഇനി രചിച്ചത് ഗോവിന്ദനാണ്. ആറന്മുള ക്ഷേത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൃതിയാണ് ഏതാ തിരുനിഴൽ മാല. നമ്മളിവിടെ 3-4 പോയിന്റുകൾ പറഞ്ഞത് അതായത് പാട്ടസാഹിത്യത്തിലെ ആദ്യ കൃതി രാമചരിതം, പാട്ടസാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകം, അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതി തിരുനിഴൽമാല, ആറന്മുള ക്ഷേത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൃതി തിരുനിഴൽമാല, മഹാകവി ഉള്ളൂര് തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം കൽപ്പിക്കുന്ന കൃതി രാമകഥാപാട്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവേളയും കൊട്ടിപ്പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകഥാപാട്ട്. ഓക്കെ അല്ലേ? അപ്പം ഇനി അടുത്ത പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനമാണ്. അപ്പൊ കേരളത്തില് ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് കണ്ണശന്മാരുടെ വരവോടെയാണ്. അപ്പൊ അടുത്ത ഭക്തി പ്രസ്ഥാനം ആണ്. ഭക്തി പ്രസ്ഥാനം ആരംഭിച്ച എന്നാണെന്നാ പറഞ്ഞത് 14-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് കണ്ണശന്മാരുടെ വരവോടെ. ഈ നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടാണ്. ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് അല്ലെ. ഭക്തകവി നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്തകവി ആരാണ്? പൂന്താനം. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് എഴുത്തച്ഛൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന ആരെയാ? എഴുത്തച്ഛൻ. കാരണം കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് ആര്? എഴുത്തച്ഛൻ. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നു അല്ലെ. കണ്ണശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് നിരണം കവികൾ എന്നാണ്. കണ്ണശന്മാരുടെ മറ്റൊരു പേരാണ് നിരണം കവികൾ. അവരാരൊക്കെയാണ്? രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. അപ്പൊ രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ ഇവരെ നമ്മൾ എന്തോ പറയുന്നു? കണ്ണശ കവികൾ അല്ലെങ്കിൽ നിരണം കവികൾ എന്ന് പറയുന്നു. അപ്പൊ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആരുടെ വരവോടുകൂടിയ? കണ്ണശന്മാരുടെ വരവോടുകൂടിയാണ്. 14-ാം നൂറ്റാണ്ടിലാണ്. ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത കവി എഴുത്തച്ഛനാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? എഴുത്തച്ഛനാണ്. കണ്ണശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ. അവരാരൊക്കെയാ? രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. ക്ലിയർ ആണല്ലോ? അടുത്തത് കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമമാണ് നിരണം. അപ്പൊ കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം ഏതാ? നിരണമാണ്. നിരണം എവിടെയാ? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് കേട്ടോ. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. കണ്ണശന്മാർ എന്ന് പറഞ്ഞാല് മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ച കവികളാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കൃതിയാണ് കണ്ണശ രാമായണം. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കൃതി ഏതാ? കണ്ണശ രാമായണമാണ്. ഈ കണ്ണശ രാമായണം രചിച്ചത് ആരാണ്? രാമപ്പണിക്കരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് പാട്ടസാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകം അല്ലെ. ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകം. പാട്ടസാഹിത്യത്തിലെ ആദ്യ കൃതി രാമചരിതം. ഇനിയോ മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണം കൃതിയാണ് ഏതെന്ന് പറയുന്നത്? കണ്ണശ രാമായണം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, കണ്ണശ രാമായണം രചിച്ചത് ആരാണെന്ന് പറയുന്നത്? രാമപ്പണിക്കരാണെന്ന് പറയുന്നു. അപ്പൊ ഈ രാമപ്പണിക്കർ രചിച്ച മറ്റ് കൃതികളുണ്ട്. രാമപ്പണിക്കർ രചിച്ച മറ്റ് കൃതികളാണ് കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. അപ്പൊ കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം ഒക്കെ ആരുടെയാ? രാമപ്പണിക്കരുടെ കൃതികളാണ്. ഇനി മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമാണ് ഭാരതമാല. അപ്പൊ ഭാരതമാലയുടെ പ്രത്യേകത, മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം അതേതാണ്? ഭാരതമാലയാണ്. ഭാരതമാല. ഈ ഭാരതമാല രചിച്ചത് ആരാണ്? ശങ്കരപ്പണിക്കരാണ്. അപ്പൊ ശങ്കരപ്പണിക്കർ രചിച്ചതാണ് ഭാരതമാല. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമാണ് ഭാരതമാല. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മാധവപ്പണിക്കരാണ്. അപ്പൊ മാധവപ്പണിക്കര് മലയാളത്തിലേക്ക് എന്തുകൊണ്ടുപോയി? ഭഗവത്ഗീത തർജ്ജിമ ചെയ്തു. ഏത് പേരിലാ? ഭാഷ ഭഗവത്ഗീത എന്ന പേര്. ഭാഷ ഭഗവത്ഗീത. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇല്ലേ. അപ്പൊ ഭക്തി പ്രസ്ഥാനം വന്നത് ആരുടെ വരവോടുകൂടിയാണെന്നാ പറഞ്ഞത്? കണ്ണശന്മാരുടെ വരവോടുകൂടി. ഭക്തകവിയാണ് പൂന്താനം. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എഴുത്തച്ഛനെയാണ്. ഇനി
കണ്ണശന്മാരെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നിരണം കവികൾ എന്നാണ്. അവരാരൊക്കെയാ? കണ്ണശന്മാരാരൊക്കെയാ? രാമപ്പണിക്കര്, മാധവപ്പണിക്കര്, ശങ്കരപ്പണിക്കര്. കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം നിരണമാണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, മണിപ്രവാളത്തിൽ നിന്നും മലയാള സാഹിത്യത്തെ മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാര്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കൃതിയാണ് കണ്ണശ രാമായണം. കണ്ണശ രാമായണം രചിച്ചത് രാമപ്പണിക്കരാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് കണ്ണശ ഭാരതവും ശിവരാത്രി മാഹാത്മ്യവും കണ്ണശ ഭാഗവതവും. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഭാരതമാലയാണ്. ഭാരതമാല രചിച്ചത് ആരാണ്? ശങ്കരപ്പണിക്കരാണ്. ഇനി ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? മാധവ പണിക്കർ. ഏത് പേരിലാണ്? ഭാഷാ ഭഗവത്ഗീത എന്ന പേരിൽ. ഭക്തി പ്രസ്ഥാനം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് മണിപ്രവാള പ്രസ്ഥാനം. അപ്പം മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് 13-ാം നൂറ്റാണ്ടിലാണ് മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ്. അപ്പം 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിപ്രവാള പ്രസ്ഥാനമാണ്. മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഒരു സങ്കര ഭാഷയാണ് മണിപ്രവാളം. അപ്പം മണിപ്രവാളം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഒരു സങ്കര ഭാഷ. അപ്പം മണിപ്രവാള പ്രസ്ഥാനം എത്രാം നൂറ്റാണ്ടിലാ? 13-ാം നൂറ്റാണ്ടില് കേരളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ കാവ്യ പ്രസ്ഥാനമാണ് ഏത്? മണിപ്രവാള പ്രസ്ഥാനം. അത് മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഒരു സങ്കര ഭാഷയാണ്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ ഇതിന് നൽകിയിരിക്കുന്ന ലക്ഷണം. അപ്പൊ ലീലാ തിലകം രചിച്ച വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലീലാ തിലകകാരൻ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ ഇതിന് നൽകിയിരിക്കുന്ന ലക്ഷണം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം, മണിപ്രവാളം എന്ന് പറഞ്ഞാൽ എന്താ? മണിപ്രവാളം എന്ന് പറഞ്ഞാല് മുത്തും പവിഴവും എന്നാണ്. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുത്തും പവിഴവും. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയാണ്. അപ്പൊ പ്രവാളം എന്തിനായിരിക്കും? സംസ്കൃതത്തെ ആയിരിക്കും കാണിക്കുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കേ, മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മലയാള ഭാഷയെയാണ്. മണിപ്രവാളത്തിലെ ആദ്യകാല കൃതികൾ, അല്ലെങ്കിൽ നമുക്ക് അതിന് ആദ്യകാല ചമ്പുക്കൾ എന്ന് പറയാം. അപ്പൊ അതാണ് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരദേവി ചരിതം. ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതമാണ്. രചിച്ചത് തേവൻ ചിരികുമാരൻ. അതായത് ആരാ? ദേവൻ ശ്രീകുമാരനാണ്. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. അപ്പൊ വൈശിക തന്ത്രം രചിച്ചത് വൈശിക തന്ത്രം അതിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതി. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതി വൈശിക തന്ത്രമാണ്. അവസാനത്തെ കൃതി ഏതാണ്? ചന്ദ്രോത്സവമാണ്. അവസാനത്തെ കൃതി ഏതാണ്? ചന്ദ്രോത്സവം. അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ പാട്ടുസാഹിത്യത്തിലും പറഞ്ഞു, പാട്ടുസാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി ലീലാതിലകം, പാട്ടുസാഹിത്യത്തിലെ ആദ്യ കൃതി രാമചരിതം. ഇനിയോ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കൃതി ഏതാണ്? കണ്ണശ രാമായണം. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതി വൈശിക തന്ത്രവും അവസാനത്തെ കൃതി ഏതാണ്? ചന്ദ്രോത്സവവുമാണ്. ഓക്കെ അല്ലേ? പദ്യവും ഗദ്യവും കേട്ടോ, പദ്യവും ഗദ്യവും എന്നുണ്ട്. പദ്യവും ഗദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപമാണ് ചമ്പു. അപ്പൊ പദ്യവും ഗദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യ രൂപത്തെ പറയുന്ന പേര് ചമ്പു കാവ്യം എന്നാണ്. പുനൻ നമ്പൂതിരി രചിച്ച ചമ്പു കാവ്യമാണ് രാമായണം ചമ്പു. അപ്പൊ രാമായണം ചമ്പു രചിച്ചത് ആരാണ്? പുനം നമ്പൂതിരിയാണ്. നമുക്കറിയാം പുനം നമ്പൂതിരി എങ്ങനെയാ അറിയപ്പെടുന്നത്? അരക്കവി അല്ലെ? അരക്കവി എന്നറിയപ്പെടുന്ന ആരാ? പുനം നമ്പൂതിരിയാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി രചിച്ച ചമ്പുകാവ്യമാണ് ഭാഷാ നൈഷധം. അപ്പൊ ഭാഷാ നൈഷധം രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. നീലകണ്ഠൻ നമ്പൂതിരി രചിച്ച ചമ്പുകാവ്യങ്ങൾ ഏതൊക്കെയാ? ചെല്ലൂർ നാഥോദയം, തെങ്കല നാഥോദയം, നാരായണീയം ചമ്പു. ഏതൊക്കെയാണ്? ചെല്ലൂർ നാഥോദയം, തെങ്കല നാഥോദയം, നാരായണീയം ചമ്പു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്? മണിപ്രവാള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, 13-ാം നൂറ്റാണ്ടില് മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. മലയാളവും സംസ്കൃതവും ഇടകലർന്ന ഒരു സങ്കര ഭാഷയാണ് എന്ന് പറയുന്നത് മണിപ്രവാളം.
മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ ഇതിന് നൽകിയിരിക്കുന്ന ലക്ഷണം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ്. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയെ. മണിപ്രവാളത്തിലെ ആദ്യകാല കൃതികൾ അല്ലെങ്കിൽ ആദ്യകാല ചമ്പു കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ആദ്യ ചമ്പു കൃതി ഉണ്ണിയച്ചി ചരിതം രചിച്ചത് തേവൻ ചിരികുമാരനാണ്, അതായത് ദേവൻ ശ്രീകുമാരൻ. ആദ്യ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. അവസാനത്തെ കൃതിയാണ് ഏതാ? ചന്ദ്രോത്സവം. പദ്യവും ഗദ്യവും ഇടകലർത്തി വരുന്ന സാഹിത്യ രൂപത്തെ പറയുന്ന പേരാണ് ചമ്പു. പുനന്നമ്പൂതിരി രചിച്ച ചമ്പു കാവ്യമാണ് രാമായണം ചമ്പു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അരക്കവി എന്നാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി രചിച്ച ചമ്പു കാവ്യമാണ് ഭാഷാ നൈഷധം. നീലകണ്ഠൻ നമ്പൂതിരി രചിച്ച ചമ്പു കാവ്യങ്ങൾ ചെല്ലൂർ നാഥോദയം, തെങ്കല നാഥോദയം, നാരായണീയം ചമ്പു. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പ്രാചീന കവിത്രയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്രാചീന കവിത്രയം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. അപ്പൊ പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ചെറുശ്ശേരിയെ കുറിച്ച് നമുക്ക് നോക്കാം. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാകവി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നാണ്? 15-ാം നൂറ്റാണ്ടാണ്. ചെറുശ്ശേരിയുടെ ജീവിത കാലഘട്ടം ചോദിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാകവി. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചെറുശ്ശേരിയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയാണ് ആര്? ചെറുശ്ശേരി. കോലത്തനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിന്റെ സദസ്സിലെ കവി. അപ്പൊ കോലത്തനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്സിലെ മഹാകവിയായിരുന്നു ആര്? ചെറുശ്ശേരി. ചെറുശ്ശേരിയുടെ കാലഘട്ടം 15-ാം നൂറ്റാണ്ട്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി, കോലത്തനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്സിലെ മഹാകവി. ഋതുക്കളുടെ കവി അല്ലെങ്കിൽ ഋതുഭേദങ്ങളുടെ കവിയെന്നോ ഇദ്ദേഹം അറിയപ്പെടുന്നു. കൃഷ്ണഗാഥയുടെ കർത്താവ്, അതായത് ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യമാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യം ഏതാണ്? കൃഷ്ണഗാഥയാണ്. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യത്തെ മഹാകാവ്യം. അപ്പൊ ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യത്തെ മഹാകാവ്യം. പിന്നെ അതുപോലെ ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതിയാണ് ഏതാ? കൃഷ്ണഗാഥ. അപ്പൊ കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരിയാണ് അല്ലെ? ചെറുശ്ശേരി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഋതുഭേദങ്ങളുടെ കവി അല്ലെങ്കിൽ ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നു. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി ആണ്. കൃഷ്ണഗാഥയുടെ ഇതിവൃത്തമാണ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥ. അതായത് ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചെറുശ്ശേരി ആണ്. അപ്പം നമുക്ക് ചെറുശ്ശേരിയെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാകവി. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയാണ്. കോലത്തനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്സിലെ മഹാകവി. ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നു. കൃഷ്ണഗാഥയുടെ കർത്താവാണ്. അതുപോലെ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. അതുപോലെ ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം.
ഇതെല്ലാം ഏതാ? കൃഷ്ണഗാഥയാണ് അല്ലെ. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം, ആധുനിക രീതിയിലുള്ള മലയാളത്തിന്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതി, ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം, ഇതെല്ലാം എന്താ? കൃഷ്ണഗാഥയാണ്. ശ്രീകൃഷ്ണ ചരിത്രത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരിയാണ്. കൃഷ്ണഗാഥയുടെ ഇതിവൃത്തമോ ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ്. ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ചെറുശ്ശേരി. ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചെറുശ്ശേരിയാണ്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? എഴുത്തച്ഛൻ. പ്രാചീന കവിത്രത്തിൽ അടുത്ത ആളാണ് ആര്? എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ ജീവിത കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. എഴുത്തച്ഛന്റെ ജീവിത കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരിലാണ്. ജനനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂര്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാ? എഴുത്തച്ഛൻ. അതുപോലെ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി, നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് അല്ലെ. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവാണ് ആര്? എഴുത്തച്ഛൻ. അപ്പൊ ജീവിത കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂര്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ്. അതുപോലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവാണ് ആര്? എഴുത്തച്ഛൻ. ക്ലിയർ ആണല്ലോ. എഴുത്തച്ഛൻ രചിച്ച പ്രധാനപ്പെട്ട കൃതികൾ. എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, ദേവി മാഹാത്മ്യം. അപ്പൊ ഏതൊക്കെയാണ് എഴുത്തച്ഛൻ രചിച്ച കൃതികൾ? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, ദേവി മാഹാത്മ്യം. പുതുമലയാൺമത്തൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. അപ്പൊ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. എഴുത്തച്ഛനെ വിഷയമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുര. അപ്പൊ തീക്കടൽ കടഞ്ഞ് തിരുമധുരം രചിച്ചത് ആരാ? സി രാധാകൃഷ്ണൻ. ഇതിലെ കഥാപാത്രം ആരാണ്? എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ എഴുത്തച്ഛൻ രചിച്ച പ്രധാനപ്പെട്ട കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, അതുപോലെ ഏതാ? ദേവി മാഹാത്മ്യം. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോള്. എഴുത്തച്ഛനെ വിഷയമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച കൃതിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? എഴുത്തച്ഛനാണ്. ഓക്കെ ആണല്ലോ. കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതി. മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. കിളിപ്പാട്ട് വൃത്തങ്ങൾ കേക, കാകളി, കളകാഞ്ചി, മണികാഞ്ചി, അന്നനട, ദ്രുതകാകളി. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. കിളിപ്പാട്ട് വൃത്തങ്ങളാണ് കേക, കാകളി, കളകാഞ്ചി, മണികാഞ്ചി, അന്നനട, ദ്രുതകാകളി. ദ്രുതകാകളി വൃത്തത്തിന് കിളിപ്പാട്ട് പ്രസ്ഥാനത്തില് ആദ്യ സ്ഥാനം കൊടുത്തത് കേരളവർമ്മയാണ്. അപ്പം ദ്രുതകാകളി വൃത്തത്തിന് കിളിപ്പാട്ട് സാഹിത്യത്തിൽ ആദ്യ സ്ഥാനം കൊടുത്തത് ആരാണ്? കേരളവർമ്മ. കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടുകൾ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ കളിപ്പാട്ടുകൾ നടക്കുന്നത്. ഓക്കെ, കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടുകളാണ് കേരളവർമ്മ രാമായണം, പാതാള രാമായണം, ബാണയുദ്ധം. അപ്പൊ കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടുകൾ ഏതൊക്കെയാ? കേരളവർമ്മ രാമായണം, പാതാള രാമായണം, ബാണയുദ്ധം തുടങ്ങിയവയാണ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. അപ്പൊ പഞ്ചതന്ത്രം കിളിപ്പാട്ട് രചിച്ച ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. തുഞ്ചൻ ദിനം ഡിസംബർ 31. തുഞ്ചൻ അല്ലെ, തുഞ്ചൻ ദിനം, അതായത് ഒരു വർഷത്തിന്റെ അവസാനത്തെ ദിവസം അല്ലെ, ഡിസംബർ 30, തുഞ്ചത്തിരിക്കുന്ന ദിവസം എന്ന് ഓർക്കുക. അപ്പൊ ഡിസംബർ 31 എന്താണ്? തുഞ്ചൻ ദിനമാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിനെ കുറിച്ച് അറിയേണ്ടത്? കിളിപ്പാട്ട് പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട് എഴുത്തച്ഛനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കുക.
ജീവിത കാലഘട്ടം എത്ര? 16-ാം നൂറ്റാണ്ടാണ്. ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി, അതല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ്. എഴുത്തച്ഛൻ രചിച്ച പ്രധാനപ്പെട്ട കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, ദേവി മഹാത്മ്യം. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. എഴുത്തച്ഛൻ വിഷയമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച കൃതി തീക്കടൽ കടഞ്ഞ തിരുമധുരം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്നറിയപ്പെടുന്നത് കേക, കാകളി, കളകാഞ്ചി, മണികാഞ്ചി, അന്നനട, ദ്രുതകാകളി. ദ്രുതകാകളി വൃത്തത്തിന് കിളിപ്പാട്ട് സാഹിത്യത്തിൽ ആദ്യ സ്ഥാനം നൽകിയത് കേരളവർമ്മ. കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടുകളാണ് കേരളവർമ്മ രാമായണം, പാതാള രാമായണം, ബാണയുദ്ധം. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. തുഞ്ചൻ ദിനം ഡിസംബർ 31. അടുത്തത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ പ്രാചീന കവിത്രയത്തിൽ അവസാനത്തെ ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ജനകീയനായ കവി, കവിത ചാട്ടവാറാക്കിയ കവി എന്നൊക്കെ വിശേഷണങ്ങൾ. അപ്പൊ ജനകീയനായ കവി, കവിത ചാട്ടവാറാക്കിയ കവി ആരാ? കുഞ്ചൻ നമ്പ്യാർ. ഋതുഭേദങ്ങളുടെ കവി ആരായിരുന്നു? ഋതുഭേദങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ചെറുശ്ശേരി ആയിരുന്നു അല്ലെ. അപ്പൊ ജനകീയനായ കവി, കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ജീവിത കാലഘട്ടം 18-ാം നൂറ്റാണ്ടാണ്. 18. അപ്പൊ ചെറുശ്ശേരിയുടെ ജീവിത കാലഘട്ടം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്. അതുപോലെ എഴുത്തച്ഛനാണെങ്കിൽ 16 അല്ലെ. എഴുത്തച്ഛന്റെ ജീവിത കാലഘട്ടം എത്രയാണ്? 16-ാം നൂറ്റാണ്ടാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത കാലഘട്ടം 18-ാം നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടുകൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തായിരുന്നു ജനിച്ചത്. അപ്പം ജനനം എന്നാണ്? ജനനം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ജനകീയനായ കവി എന്നും കവിത ചാട്ടവാറാക്കിയ കവി എന്നും അറിയപ്പെടുന്നു. ജീവിത കാലഘട്ടം 18-ാം നൂറ്റാണ്ട്. ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരിലാണ്. ഓക്കെ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആരാ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന് കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയത് അമ്പലപ്പുഴയിൽ വെച്ചാണ്. അപ്പൊ അമ്പലപ്പുഴയിൽ വെച്ചാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം നൃത്തം എന്നാണ്. തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നൃത്തം. പ്രധാനപ്പെട്ട തുള്ളൽ രൂപങ്ങളാണ് ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ. പ്രധാനപ്പെട്ട തുള്ളൽ രൂപങ്ങൾ ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ. നമ്പ്യാർ തുള്ളൽ കൃതികൾക്ക് ഇതിവൃത്തം സ്വീകരിച്ചിരുന്നത് മഹാഭാരതം, ഭാഗവതം, രാമായണം തുടങ്ങിയ കൃതികളിൽ നിന്നാണ്. അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന് കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയത് എവിടെ വെച്ചാ? അമ്പലപ്പുഴയിൽ വെച്ചാണ്. തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നൃത്തം എന്നാണ്. പ്രധാനപ്പെട്ട തുള്ളൽ രൂപങ്ങളാണ് ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ. നമ്പ്യാർ തുള്ളൽ കൃതികൾക്ക് ഇതിവൃത്തം സ്വീകരിച്ചത് മഹാഭാരതം, ഭാഗവതം, രാമായണം തുടങ്ങിയ കൃതികളിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ആദ്യ തുള്ളൽ കൃതി, മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികമാണ്. കല്യാണ സൗഗന്ധികം ഏത് തുള്ളൽ ഉൾപ്പെടുന്നു? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ശീതങ്കം തുള്ളലാണ്. രചിച്ചത് ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി ഏതാ? കല്യാണ സൗഗന്ധികമാണ്. ശീതങ്കം തുള്ളലാണ്. രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്ന തരങ്കിണിയാണ്. തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്ന തരങ്കിണിയാണ്. എന്നാൽ ഓരോന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക: ഓട്ടം തുള്ളൽ വൃത്തം തരങ്കിണി, ശീതങ്കം തുള്ളൽ വൃത്തം കാകളി, പറയൻ തുള്ളൽ വൃത്തം വക്രം. അപ്പൊ തുള്ളൽ വൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരങ്കിണി എഴുതുക. ഓട്ടം തുള്ളൽ വൃത്തം തരങ്കിണിയും, ശീതങ്കം തുള്ളൽ വൃത്തം കാകളിയും, പറയൻ തുള്ളൽ വൃത്തം വക്രവുമാണ്. ഓക്കെ. പറയൻതുള്ളൽ അവതരിപ്പിക്കുന്നത് രാവിലെ, ശീതങ്കം തുള്ളൽ ഉച്ചയ്ക്ക് ശേഷവും, ഓട്ടംതുള്ളൽ വൈകുന്നേരവുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ പറയൻതുള്ളൽ രാവിലെയും, ശീതങ്കം തുള്ളൽ ഉച്ചയ്ക്ക് ശേഷവും, ഓട്ടംതുള്ളൽ വൈകുന്നേരവുമാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള തുള്ളൽ രൂപമാണ് ഓട്ടംതുള്ളൽ. അപ്പൊ ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള തുള്ളൽ രൂപം ഓട്ടംതുള്ളലാണ്.
ചിരിക്കുന്ന കഥ കേട്ടാലിരിക്കും അല്ലെങ്കിൽ തിരിക്കും എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ദൃശ്യകലാകാരനാണ് കുഞ്ചൻ നമ്പ്യാർ. ചിരിക്കുന്ന കഥ കേട്ടാലിരിക്കും അല്ലെങ്കിൽ തിരിക്കും എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ദൃശ്യകലാകാരൻ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ അല്ലേ? കുഞ്ചൻ ദിനം. കുഞ്ചൻ ദിനം എന്നാ മെയ് 5 അല്ലെ? തുഞ്ചൻ ദിനം നമ്മൾ പറഞ്ഞു ഡിസംബർ 31. ഓട്ടംതുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങളാണ് സെമന്തകം, ഘോഷയാത്ര, നളചരിതം, കിരാതം, രുക്മിണീ സ്വയംവരം, ബാലിവിജയം, സന്താന ഗോപാലം. അപ്പം ഏതൊക്കെയാണ് ഓട്ടംതുള്ളൽ കൃതികൾ? സെമന്തകം, ഘോഷയാത്ര, നളചരിതം, കിരാതം, രുക്മിണീ സ്വയംവരം, ബാലിവിജയം, സന്താന ഗോപാലം. ശീതങ്കം തുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങളാണ് കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, കൃഷ്ണലീല, ഗണപതി പ്രാതൽ, കാളിയ മർദ്ദനം. പറയൻതുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങൾ സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, ത്രിപുര ദഹനം, ഹരിചന്ദ്ര ചരിതം. അപ്പൊ പറയൻതുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, ത്രിപുര ദഹനം, ഹരിചന്ദ്ര ചരിതം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഒന്ന് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരാണ് ഇതിന്റെ ജനകീയനായ കവിയെന്നും കവിത ചാട്ടവാറാക്കിയ കവിയെന്നൊക്കെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 18ാം നൂറ്റാണ്ടാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്താണ് ജനനം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുഞ്ചൻ നമ്പ്യാരെയാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന് കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയത് അമ്പലപ്പുഴയിൽ വെച്ചാണ്. തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം നൃത്തം എന്നാണ്. പ്രധാന തുള്ളൽ രൂപങ്ങൾ ഏതൊക്കെയാ? ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കം തുള്ളൽ. നമ്പ്യാർ തുള്ളൽ കൃതികൾക്ക് ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് മഹാഭാരതം, ഭാഗവതം, രാമായണം തുടങ്ങിയ കൃതികളിൽ നിന്നാണ്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. അത് ശീതങ്കം തുള്ളലാണ്. തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണിയാണ്. ഓട്ടംതുള്ളൽ വൃത്തം തരങ്കിണി, ശീതങ്കം തുള്ളൽ വൃത്തം കാകളി, അതുപോലെ പറയൻതുള്ളൽ വൃത്തം വക്രം. പറയൻതുള്ളൽ രാവിലെയും ശീതങ്കം തുള്ളൽ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവുമാണ് ഓട്ടംതുള്ളലും അവതരിപ്പിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള തുള്ളൽ രൂപം ഓട്ടംതുള്ളലാണ്. ചിരിക്കുന്ന കഥ കേട്ടാലിരിക്കും അല്ലെങ്കിൽ തിരിക്കും എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ദൃശ്യകലാകാരനാണ് ആരാ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ ദിനം മെയ് 5. ഓട്ടംതുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങളാണ് സെമന്തകം, ഘോഷയാത്ര, നളചരിതം, കിരാതം, രുക്മിണീ സ്വയംവരം, ബാലിവിജയം, സന്താന ഗോപാലം. ശീതങ്കം തുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങൾ കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, കൃഷ്ണലീല, ഗണപതി പ്രാതൽ, കാളിയ മർദ്ദനം. പറയൻതുള്ളൽ കൃതികൾക്ക് ഉദാഹരണങ്ങളാണ് സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, ത്രിപുര ദഹനം, ഹരിചന്ദ്ര ചരിതം. ഓക്കെ ആണല്ലോ. ഇനി കുഞ്ചൻ നമ്പ്യാർ കഥാപാത്രമാകുന്ന കുറച്ച് കൃതികളെ കുറിച്ച് പറയുകയാണ്. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും എന്ന കൃതി രചിച്ചത് ഏവൂർ പരമേശ്വരനാണ്. അപ്പൊ നമ്പ്യാരും തുള്ളൽ സാഹിത്യവും എന്ന കൃതി രചിച്ചത് ആരാ? ഏവൂർ പരമേശ്വരൻ. കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികളും രചിച്ചത് ഡോക്ടർ VS ശർമ്മയാണ്. കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികളും എന്ന കൃതി രചിച്ചത് ആരാണ്? ഡോക്ടർ VS ശർമ്മ. കുലപതികൾ രചിച്ചത് തായാട്ട് ശങ്കരൻ. കുലപതികൾ രചിച്ചത് ആരാണ്? തായാട്ട് ശങ്കരനാണ്. നർമ്മസല്ലാപം ഡോക്ടർ SK നായർ. നർമ്മസല്ലാപം എന്ന കൃതി രചിച്ചത് ഡോക്ടർ SK നായർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആഗമനം ഗണപതി ശർമ്മ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആഗമനം എന്ന കൃതി രചിച്ചത് ആരാ? ഗണപതി ശർമ്മയാണ്. കുഞ്ചൻ നമ്പ്യാർ എന്ന പേര് കൃതികൾ എഴുതിയവരാണ് ഡോക്ടർ D ഭാസ്കരനും സാഹിത്യ പഞ്ചാനനും. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ എന്ന പേരിൽ കൃതികൾ രചിച്ചത് രണ്ടുപേരുണ്ട്, ഡോക്ടർ D ഭാസ്കരൻ, സാഹിത്യ പഞ്ചാനൻ. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന ആരാ? PK നാരായണ പിള്ളയാണ്. അപ്പൊ നോക്കിയാൽ കുഞ്ചൻ നമ്പ്യാർ കഥാപാത്രമാകുന്ന കൃതികൾ ഏതൊക്കെയാ? നമ്പ്യാരും തുള്ളൽ സാഹിത്യം രചിച്ചത് ആരാണ്? ഏവൂർ പരമേശ്വരൻ. കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികൾ ഡോക്ടർ VS ശർമ്മ. കുലപതികൾ തായാട്ട് ശങ്കരൻ. നർമ്മസല്ലാപം ഡോക്ടർ SK നായർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആഗമനം ഗണപതി ശർമ്മ. കുഞ്ചൻ നമ്പ്യാർ എന്ന പേരിൽ കൃതികൾ രചിച്ചത് രണ്ടുപേര്, ഡോക്ടർ D ഭാസ്കരനും സാഹിത്യ പഞ്ചാനനും. സാഹിത്യ പഞ്ചാനൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PK നാരായണ പിള്ള. ഓക്കെ ആണോ? അങ്ങനെ ഇവിടെ തുള്ളൽ പ്രസ്ഥാനവും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ,
ഇനി അടുത്തൊരു പ്രസ്ഥാനമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം. ഏതാണ്? ആട്ടക്കഥാ പ്രസ്ഥാനം. ശ്രദ്ധിക്കുക, ആട്ടക്കഥാ സാഹിത്യം ഉദയം ചെയ്തത് 17-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ആട്ടക്കഥാ സാഹിത്യം ഉദയം ചെയ്ത നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാമനാട്ടമാണ്, അല്ലെങ്കിൽ രാമായണം ആട്ടക്കഥയാണ്. അത് രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പൊ നോക്കിയേ, ആട്ടക്കഥാ സാഹിത്യം ഉദയം ചെയ്ത നൂറ്റാണ്ട് 17. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ രാമനാട്ടം അല്ലെങ്കിൽ രാമായണം ആട്ടക്കഥ. അത് രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. ഓക്കെ അല്ലേ? മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. അപ്പം മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ്. ഇങ്ങനെ ഇത് രചിച്ചത്, അപ്പൊ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യറാണ്. അപ്പൊ ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ആട്ടക്കഥയായി കരുതപ്പെടുന്നത് എതിനെയാണ്? നളചരിതം ആട്ടക്കഥയാണ്. അപ്പൊ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ആട്ടക്കഥയായി കരുതപ്പെടുന്നത് എന്തിനെയാണ്? നളചരിതം ആട്ടക്കഥ. അത് രചിച്ച വ്യക്തി ആരാ? ഉണ്ണായി വാര്യർ. മലയാളത്തിലെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പൊ മലയാളത്തിന്റെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. മഹാഭാരതത്തിലെ വനപർവത്തെ ആസ്പദമാക്കിയാണ് രചിച്ചിരിക്കുന്നത്. മലയാളത്തിലെ മഹാഭാരതത്തിലെ വനപർവത്തെ ആസ്പദമാക്കി രചിച്ചു. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാകാത്ത കവി എന്ന് വിശേഷണമുള്ള വ്യക്തിയാണ് ആര്? ഉണ്ണായി വാര്യർ. അപ്പൊ ഉണ്ണായി വാര്യരെ വിശേഷിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാകാത്ത കവി. ആട്ടക്കഥയിലെ അത്ഭുത പ്രഭാവൻ ആരാ? ഉണ്ണായി വാര്യർ. ആട്ടക്കഥയിലെ അത്ഭുത പ്രഭാവൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉണ്ണായി വാര്യരാണ്. AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനം എന്താണ്? കാന്താര താരകമാണ്. ഓക്കെ അല്ലയോ? വീരവിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ് ഇരയിമ്മൻ തമ്പിയാണ്. അപ്പൊ ഇരയിമ്മൻ തമ്പി രചിച്ച വരികളാണ് വീരവിരാട കുമാര വിഭോ. അതുപോലെ ഓമനത്തിങ്കൾ കിടാവോ, അല്ലെ? ഓമനത്തിങ്കൾ കിടാവോ എന്ന്, ആ ഓമനത്തിങ്കൾ കിടാവോ എന്ന വരികൾ രചിക്കാൻ കാരണം കുട്ടിയായിരുന്ന സാധന ഉറക്കാനായിട്ട് ഇരയിമ്മൻ തമ്പി രചിച്ചതാണ്. പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന് തുടങ്ങിയ പാട്ട് രചിച്ചതും ആര് തന്നെയാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അപ്പൊ നോക്കിക്കേ, വീരവിരാട കുമാരവിഭോ, അതുപോലെ ഓമനത്തിങ്കൾ കിടാവോ, പ്രാണനാഥൻ എനിക്ക് നൽകിയ തുടങ്ങിയ പാട്ടുകൾ രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇനി ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. അപ്പൊ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാ? ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. കോട്ടയത്ത് തമ്പുരാൻ രചിച്ച ആട്ടക്കഥകൾ കല്യാണ സൗഗന്ധികം, നിവാത കവച കാലകേയവധം, കിർമീരവധം, ഭഗവധം. അപ്പൊ കല്യാണ സൗഗന്ധികം, നിവാത കവച കാലകേയവധം, കിർമീരവധം, ഭഗവധം തുടങ്ങിയവ രചിച്ച ആരാ? കോട്ടയത്ത് തമ്പുരാനാണ്. അശ്വതി തിരുനാൾ രചിച്ച ആട്ടക്കഥകളാണ് അംബരീഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതന മോശം, പൗണ്ഡ്രകവധം. ഈ രുക്മിണി സ്വയംവരം ഒക്കെ നമ്മൾ എന്നതും പഠിച്ചിട്ടുണ്ട്, നമ്മൾ തുള്ളൽ കൃതികളിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കല്യാണ സൗഗന്ധികം ഒക്കെ അപ്പൊ തുള്ളൽ കൃതികളിലും ഉൾപ്പെടുന്ന പേരുകളുണ്ട്. അതുപോലെ ആട്ടക്കഥകളിനകത്തും ഈ പേരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാർത്തിക തിരുനാൾ രചിച്ച ആട്ടക്കഥകളാണ് സുഭദ്രാപഹരണം, രാജസൂയം. വള്ളത്തോൾ രചിച്ച ആട്ടക്കഥ ഔഷധാഹരണം, ഔഷധാഹരണം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച ആട്ടക്കഥകൾ ഹനുമദുൽഭവം, ധ്രുവചരിതം, പരശുരാമ വിജയം.
NV കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതം, ചിത്രാംഗത. അപ്പൊ കാർത്തിക ദീനാർ രചിച്ച ആട്ടക്കഥകൾ എന്തൊക്കെയാ? സുഭദ്രാപഹരണം, രാജസൂയം. വള്ളത്തോൾ രചിച്ച ആട്ടക്കഥയാണ് ഔഷധാഹരണം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച ആട്ടക്കഥകള് ഹനുമദുൽഭവവും പരശുരാമ വിജയം. NV കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതം, ചിത്രാംഗത. അപ്പം ആട്ടക്കഥയെ കുറിച്ചാണ് പറഞ്ഞത്. ആട്ടക്കഥ ഉദയം ചെയ്തത് എത്രാം നൂറ്റാണ്ടില? 17-ാം നൂറ്റാണ്ട്. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയാണ് രാമനാട്ടം അല്ലെങ്കിൽ രാമായണം ആട്ടക്കഥ. രാമായണ ആട്ടക്കഥ രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് ഏതാ? നളചരിതം ആട്ടക്കഥ. അത് രചിച്ചത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥയാണ് ഏറ്റവും മികച്ച ആട്ടക്കഥയായിട്ട് കരുതപ്പെടുന്നത്. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് ആരാ? ജോസഫ് മുണ്ടശ്ശേരി. മഹാഭാരതത്തിലെ വനപർവത്തെ ആസ്പദമാക്കിയാണ് രചിച്ചിരിക്കുന്നത്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാകാത്ത കവി എന്ന വിശേഷണമുള്ളത് ഉണ്ണായി വാര്യർക്കാണ്. അതുപോലെ ആട്ടക്കഥയിലെ അത്ഭുത പ്രഭാവൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഉണ്ണായി വാര്യരാണ്. AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് ഏതാ? കാന്താര താരകം. വീരവിരാട കുമാരവിഭോ എന്ന് തുടങ്ങുന്ന വരികള്, അതുപോലെ ഓമനത്തിങ്കൾ കിടാവോ, പ്രാണനാഥന് എനിക്ക് നൽകിയ തുടങ്ങിയ വരികളൊക്കെ രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇനി കുട്ടിയായിരുന്ന സാജനെ ഉറക്കാനായിട്ട് ഇരയിമ്മൻ തമ്പി രചിച്ചതാണ് ഏതാ? ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള വരികള്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. കോട്ടയത്ത് തമ്പുരാൻ രചിച്ച ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം, കിർമീരവധം, ഭഗവധം. അശ്വതി തിരുനാൾ രചിച്ച ആട്ടക്കഥകൾ അംബരീഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനാ മോക്ഷം, പൗണ്ഡ്രക വധം. കാർത്തിക തിരുനാൾ രചിച്ച ആട്ടക്കഥകൾ സുഭദ്രാപഹരണം, രാജസൂയം. വള്ളത്തോൾ രചിച്ച ആട്ടക്കഥ ഔഷധാഹരണം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രചിച്ച ആട്ടക്കഥകൾ ഹനുമദുൽഭവം, ധ്രുവചരിതം, പരശുരാമ വിജയം. NV കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതവും ചിത്രാംഗതയും. നമ്മൾ കുറച്ച് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് കവിതാ സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന കുറച്ച് പ്രസ്ഥാനങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാട്ട് സാഹിത്യം, ഭക്തി പ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം, ഗാഥാ പ്രസ്ഥാനം, കിളിപ്പാട്ട് പ്രസ്ഥാനം, തുള്ളൽ പ്രസ്ഥാനം. അടുത്തത് ലാസ്റ്റ് പറഞ്ഞെന്താ? ആട്ടക്കഥാ പ്രസ്ഥാനം. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോഴ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു.